എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വേരിയബിൾ പവർ സപ്ലൈ, അതായത് വേരിയബിൾ വോൾട്ടേജ് കൺട്രോളും വേരിയബിൾ കറണ്ട് കൺട്രോളും എങ്ങനെയാണ് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ്. നിങ്ങൾ ഈ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം ഈ രണ്ടാം ഭാഗം കാണുക. ഇപ്പോൾ ഈ രണ്ടാം ഭാഗം കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗവും നിങ്ങൾ കാണുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കാനും താല്പര്യപ്പെടുന്നു. ഇനി നമുക്ക് രണ്ട് റെഗുലേറ്റർ ഐസികൾ ഹീറ്റ് സിങ്കിൽ ഉറപ്പിക്കാം. ഇത് ഒരെണ്ണം 5 വോൾട്ടും ഒരെണ്ണം 12 വോൾട്ടും ആണ്. കൂളിംഗ് ഫാൻ വെക്കുവാനാണ് 12 വോൾട്ട്. 5 വോൾട്ട് നമ്മൾക്ക് ഇതിൻ്റെ വോൾട്ട് മീറ്ററും ആംബിയർ മീറ്ററും കൂടി കണക്ട് ചെയ്യാനുള്ളതാണ്. അതാണ് നമ്മളുടെ ഡിസ്പ്ലേ. ഈ ഐ സിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പിന്നുകളാണ് ഇതിനുള്ളത്. 1, 2, 3. ഒന്നാമത്തെ പിന്നിലാണ് നമ്മൾ പോസിറ്റീവ് ലൈൻ കൊടുക്കുന്നത്, രണ്ടാമത്തെ പിന്നിൽ നെഗറ്റീവ്, മൂന്നാമത്തെ പിന്നിൽ ഔട്ട് കൊടുക്കുന്നു. ഒന്നാമത്തെ പിന്നിൽ നമ്മൾ 30 വോൾട്ട് കൊടുത്താൽ മൂന്നാമത്തെ പിന്നിൽ 12 വോൾട്ട് കിട്ടും. അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ ഒന്നാമത്തെ പിന്നിൽ 30 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ പിന്നിൽ 5 വോൾട്ടാണ് കിട്ടുന്നത്. ഇത് രണ്ടും ഈ ഹീറ്റ് സിങ്കിൽ ഒന്ന് ഉറപ്പിക്കാം. ഈ രണ്ട് ഐ സികളുടെയും സെൻറ്റർ പിന്നിലാണ് ഈ ഹീറ്റ് സിങ്കിൻ്റെ. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഒറ്റ ഹീറ്റ് സിങ്കിൽ ഇത് പിടിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇത് വലിയ ഹീറ്റ് സിങ്കാണ്. ഹീറ്റ് എമിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൽ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റർ നമ്മളിത് തമ്മിൽ ടാപ്പിംഗ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. ഇതിൻ്റെ ലെഗുകളൊക്കെ നമുക്കൊന്ന് അകത്തി വെക്കാം. ഇനി നമുക്ക് ഈ രണ്ട് ഐ സികളും ഒന്ന് തമ്മിൽ കണക്ട് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ പിന്നെ നെഗറ്റീവ് ആണ്. ബ്ലാക്ക് വയർ നെഗറ്റീവ് അറിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അത് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഐ സിയുടെയും സെൻറ്റർ പിന്നുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് നെഗറ്റീവിൽ കണക്ട് ചെയ്യാം. നെഗറ്റീവ് എവിടെയും കണക്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഇത് 5 വോൾട്ട് കൺട്രോൾ ചെയ്യാനുള്ളതുകൊണ്ട് ഇവിടെ കൊടുത്താലും മതി. PCBയിലാകുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ പിന്നും തമ്മിൽ ബന്ധിപ്പിക്കുക. പോസിറ്റീവ് വോൾട്ട് കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഒരു ചുവപ്പ് വയർ കണക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഐ സിയിലും കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് പോസിറ്റീവിൽ കണക്ട് ചെയ്യാം. പവർ ട്രാൻസിസ്റ്ററിൽ ഇവിടെ ഒരു പോസിറ്റീവ് വന്നേക്കണോണ്ട് അതിൽ കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഇൻലൈനെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട് ലോഡ് മാത്രമേ കൊടുക്കുവാനുള്ളൂ. ഇതാണ് കൂളിംഗ് ഫാൻ. ഈ കൂളിംഗ് ഫാൻ പവർ ട്രാൻസിസ്റ്റർ ഹീറ്റ് ആകുമ്പോൾ ഹീറ്റ് പുറത്തോട്ട് തള്ളിവിടാൻ വേണ്ടി ഇതിൻ്റെ അടുത്തായിട്ട് വെക്കുക. ട്രാൻസ്ഫോമറും ഏകദേശം അതിനടുത്ത് തന്നെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും ഹീറ്റായാൽ വെളിയിലോട്ട് തള്ളുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. അതിൻ്റെ ഒരു വയർ കണക്ഷൻ എടുത്തിട്ട് 12 വോൾട്ട് ഐ സിയിൽ കണക്ട് ചെയ്യുക. നെഗറ്റീവിലും പോസിറ്റീവ് ഐ സിയുടെ മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. ഫാനിൻ്റെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തെ ഐ സിയിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന 5 വോൾട്ട് എടുത്തിട്ട് ഈ വോൾട്ട് ആൻഡ് ആംബിയർ മീറ്ററിൽ പവർ സപ്ലൈ കൊടുക്കാം. വോൾട്ട് മീറ്ററിലോട്ടുള്ള ഈ ബ്ലാക്ക് വയർ നെഗറ്റീവിൽ തന്നെ കൊടുക്കാം. 5 വോൾട്ട് പോസിറ്റീവ് വയർ ഈ ഐ സിയുടെ ഔട്ടായ മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാം. രണ്ടാമത്തെ ഐ സിയുടെ 5 വോൾട്ട് ഈ വോൾട്ട് മീറ്ററിൻ്റെ പവർ സപ്ലൈയിൽ കൊടുക്കാം. അതിനു മുമ്പായി നമുക്ക് ഈ വോൾട്ട് മീറ്ററിൻ്റെ വയറൊന്ന് നോക്കാം. 5 വയറാണ് ഇതിൽ നിന്ന് വരുന്നത്. ഒരു സൈഡിൽ റെഡ്, ബ്ലാക്ക്, യെല്ലോ, ഇത് മൂന്നും വളരെ കനം കുറഞ്ഞ വയറാണ്. റെഡും ബ്ലാക്കും 5 വോൾട്ട് കൊടുക്കാനുള്ളത്. ഈ മഞ്ഞ വയർ ഇതിലോട്ട് വോൾട്ട് സപ്ലൈ എത്രയുണ്ടെന്ന് കാണിക്കാനുള്ളതാണ്. ഈ രണ്ട് കട്ടിയുള്ള വയറാണ്. ഈ 1² mm വയറാണ് ഇത് ബ്ലാക്കും റെഡും ഉണ്ട്. ഇത് നമുക്ക് ഈ ആംബിയർ മീറ്ററിലെ സീരീസ് കണക്ഷനാണ്. ഈ ബ്ലാക്ക് നെഗറ്റീവിലും ഈ റെഡ് വയർ വന്നിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവുമാണ്. അപ്പോൾ ഈ പവർ സപ്ലൈ നമുക്ക് ഇതിൽ കൊടുക്കാം. റെഡും ബ്ലാക്കുമായ വളരെ തിന്നായിട്ടുള്ള വയർ ഇതിലൊരു കണക്ടർ ഇട്ടിട്ടുണ്ട്. ഈ റെഡ് വയർ ബ്രൗണിലോട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ് വയർ പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവും 5 വോൾട്ട്. ഈ പിന്നിൽ ഒരു സൈഡ് കയറ്റാൻ പറ്റുള്ളൂ. അതേപോലെ ഇത് കയറ്റുക. ഈ റെഡ് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ആ സൈഡിൽ നമ്മൾ ഈ ബ്രൗൺ കൊണ്ടുവന്നിട്ട് ഈ റെഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വോൾട്ട് മീറ്ററിൽ നിന്ന് വരുന്ന ഈ മഞ്ഞ വയർ ഈ രണ്ട് 5 വാട്ട് 1 ohm റെസിസ്റ്ററിൻ്റെ നടുക്ക് കണക്ട് ചെയ്യുക. ഇത് ഞാൻ ഈ ഒരു ഹീറ്റ് സിങ്കിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് ഇത് നേരെ ഇരിക്കുവാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ബോർഡിൽ കട്ട് ചെയ്ത് വെക്കാം. അടുത്തതായി ഇതിൻ്റെ നെഗറ്റീവാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ നെഗറ്റീവ് ഈ മെയിൻ നെഗറ്റീവിൽ തന്നെ കണക്ട് ചെയ്യണം. അത് കട്ടിയുള്ള വയറിട്ട് തന്നെ കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5² mm വയറാണ്. ജോയിൻ്റ് ചെയ്ത് കൊടുത്ത് കൂട്ടിമുട്ടാതിരിക്കാൻ സ്ലീവ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഈ 1² ഇതിൻ്റെ നെഗറ്റീവാണ്. മെയിൻ നെഗറ്റീവിൽ കണക്ട് ചെയ്യാം. ഈ നെഗറ്റീവ് വയറാണ് നമുക്ക് ഈ ആംബിയർ മീറ്ററിൽ സീരിയസ് ആയി വരുന്നത്. ആംബിയർ മീറ്ററിൽ നിന്ന് വരുന്ന ഈ ചുവപ്പ് വയറാണ് യഥാർത്ഥ നെഗറ്റീവ്.
അപ്പോൾ അടുത്തത് നമുക്ക് ഈ റെഡ് വയർ ഇതിൽ കണക്ട് ചെയ്യാം. റെഡ് വയർ 2 5 വാട്ട് 1 ഓം റെസിസ്റ്ററിൽ നിന്നും വരുന്ന 10 ആംപിയർ ഡയോഡിൻ്റെ വരയുള്ള ഭാഗം, അതായത് കാഥോഡ്, അതിൽ നിന്നുമാണ് നമുക്ക് ഔട്ട് എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവായ ഔട്ട് വയർ നമുക്ക് അതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട് നെഗറ്റീവും പോസിറ്റീവും കിട്ടിയിട്ടുണ്ട്. ഇതെടുക്കുന്നതിനായിട്ട് നമുക്കിവിടെ ഒരു കണക്ടറിൽ ഇത് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഔട്ട് വയറിൽ ലോഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇവിടെയും ഡിസ്പ്ലേ വരും, നമുക്ക് ഇതിലും നോക്കാം. മീറ്റർ നമ്മൾ 200 വോൾട്ടിൽ ഇടുകയാണ്. 30 വോൾട്ട് വരെ ഇതിൽ വരുള്ളൂ. ഇതാണ് ടെസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 50 വാട്ടിൻ്റെ LED ലൈറ്റ്. ഇത് DC ആണ്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഞാൻ DC വയർ 2 കളറായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് പോസിറ്റീവ് ഈ റെഡിലും കണക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ മൾട്ടിമീറ്ററിൻ്റെ പിന്നും കൂടി കണക്ട് ചെയ്യാം റെഡിൽ. ആംപിയർ മീറ്ററിൽ നിന്ന് വരുന്ന ഈ നെഗറ്റീവാണ് റെഡ് വയർ വന്നിട്ട് ബ്ലാക്ക് ആക്കിയിരിക്കുന്നത്. അതിൽ നമുക്ക് ഈ ലോഡിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യാം. മീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബും കൂടി അതിൽ കണക്ട് ചെയ്യുക. ഇനി ഈ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ മീറ്ററിൽ നിങ്ങൾക്ക് വോൾട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. 17.0 ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആംപിയർ 00 ലോഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആവും ലോഡ് കൊടുക്കുമ്പോൾ. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫുൾ വോൾട്ട് നമുക്ക് ഇതിൽ കിട്ടില്ല. ഇതിലിപ്പോൾ 16.9 കാണിച്ചിട്ടുണ്ട്. മൾട്ടിമീറ്ററിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 16.5. ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, രണ്ടും 2 സെറ്റിങ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. 16.5, ഇത് 16.9. ഇതാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നത്. ഈ പൊട്ടൻഷ്യൽ മീറ്റർ ഇടത്തോട്ട് തിരിക്കുന്നതിനനുസരിച്ച് വോൾട്ടേജ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വളരെ സ്ലോവിൽ തിരിച്ചാലേ ഇതിൻ്റെ വോൾട്ടേജ് പതിയെ കുറയുന്നതായിട്ട് കാണുകയുള്ളൂ. ഈ പൊട്ടൻഷ്യൽ മീറ്റർ ഏറ്റവും ലെഫ്റ്റിലോട്ട് തിരിച്ച് ഫുള്ള് കൊണ്ടുവരുമ്പോൾ ഇവിടെ 1 വോൾട്ട് ആയിട്ടുണ്ട്. ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ 1 വോൾട്ടിൽ പ്രവർത്തിക്കുന്നതല്ല. 50 വാട്ടിൻ്റെ LED ബൾബ് 28 വോൾട്ടിൽ പ്രവർത്തിക്കുന്നതാണ്. 0.75 മില്ലി ആംപിയർ ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു വോൾട്ടേജ് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം ഇത് പ്രവർത്തിക്കാനുള്ളത്. വോൾട്ടേജ് ഇപ്പോൾ ഫുള്ളിലിട്ടപ്പോൾ 17.9 ഇത് ആംപിയർ ആണ്. ആംപിയർ ഏറ്റവും ലോയിൽ കിടക്കുകയാണ്. ഇവിടെ 00 ആംപിയർ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ആംപിയർ ഏറ്റവും ലോയിൽ കിടക്കുമ്പോൾ ഈ LED ബൾബിൻ്റെ പ്രകാശം വളരെ കുറവായിരിക്കും. കാരണം അതിലോട്ടുള്ള കറണ്ടിൻ്റെ ഒഴുക്ക് കുറവായതുകൊണ്ടാണ്. വോൾട്ടേജ് 17 വോൾട്ട് ഉണ്ടെങ്കിലും അത്രയും വെളിച്ചം അതിൽ കൃത്യമായിട്ട് കിട്ടുന്നില്ല. 28 വോൾട്ട് വരെ അതിൽ കൊടുക്കാം. പക്ഷേ 17 വോൾട്ട് കൃത്യമായിട്ടുള്ള ആംപിയർ ഉണ്ടെങ്കിൽ നല്ല പ്രകാശം ഉണ്ടാവും. നമുക്ക് ആംപിയറിൻ്റെ പൊട്ടൻഷ്യൽ മീറ്റർ പതിയൊന്ന് തിരിച്ചു നോക്കാം. അത് തിരിക്കുന്നതനുസരിച്ച് ഇവിടെ വോൾട്ടും കൂടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആംപിയർ കാണിക്കുന്നുണ്ട്. ഇവിടെ പവർ കൂടുന്നതനുസരിച്ച് ഇവിടെ 0.03 ആംപിയർ ആണ് കാണിക്കുന്നത്. ഇത് തിരിക്കുന്നതനുസരിച്ച് 0.11 12 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വോൾട്ടേജ് ഇവിടെ 24 ആയിട്ടുണ്ട്. .20 ആംപിയർ വരെ ഇതിൽ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ലോഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 27 വോൾട്ടാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ആദ്യം കിട്ടിയിരിക്കുന്നത് ലോഡൊന്നും ഇല്ലാണ്ട് 33 വോൾട്ടാണ്. ചെറിയ ബാറ്ററി ഒക്കെ ആണെങ്കിൽ 5 ആംപിയർ 6 വോൾട്ട് ബാറ്ററി ഉണ്ട്. അത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 വോൾട്ട് കൊടുത്തിട്ട് 5 ആംപിയറിൽ മേലെ കയറ്റിയിട്ട് ചാർജ് ചെയ്യാം. അതൊരു 7 ആംപിയറോ 8 ആംപിയറോ വെച്ചിട്ട് ചാർജ് ചെയ്യാം. ഒരു 8 ആംപിയറൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറോ ഇല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അത് ഫുൾ ചാർജായി വരുന്നതാണ്. ഇതാണ് കൂളിംഗ് ഫാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ കൂളിംഗ് ഫാൻ ഇവിടെ വെച്ചിരിക്കുന്നത് പവർ ട്രാൻസിസ്റ്റർ ഹീറ്റ് ആകുമ്പോൾ ആ ഹീറ്റ് എമിറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ബാറ്ററി ചാർജിങ്ങിന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് പല മൾട്ടിപർപ്പസ് യൂസിനും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ മീറ്ററുകളെല്ലാം ഓൺലൈനിൽ കിട്ടുന്നതാണ്. ഈ ചെറിയ മീറ്ററിന് 210 രൂപയൊക്കെ വിലയുള്ളൂ. ഇത് വോൾട്ടും ആംപിയറും കൂടി കൂടിയതായതുകൊണ്ട് രണ്ടും നമ്മൾക്ക് കാണിക്കും. വോൾട്ട് മീറ്ററിൽ ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഈ വോൾട്ട് മീറ്ററിൻ്റെ പ്രോബ് 10 ആംപിയറിലോട്ട് ഇടുക. ഇവിടെ 10 ആംപിയർ ചെയ്തിട്ടുണ്ട്. 10 ആംപിയറിലോട്ട് ഇടുക. ഈ സെലക്ടർ സ്വിച്ചും 10 ആംപിയറിൽ കൊണ്ടുവരിക. അതിനുശേഷം ലോഡ് വയർ ഈ LED ബൾബിൻ്റെ 2 വയറിൽ ഒരെണ്ണം ഡയറക്റ്റ് കൊടുക്കുക, ഒരെണ്ണം സീരീസ് ആയി കൊടുക്കുക.
ഈ വയർ ഞാൻ ഈ ലോഡിൻ്റെ പോസിറ്റീവിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി LED-യിൽ നിന്ന് വരുന്ന അതിൻ്റെ പോസിറ്റീവ് വയർ മൾട്ടിമീറ്ററിൽ ആംബിയർ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ബ്ലാക്ക് പ്രോബിൽ കൊടുക്കുക. ഇപ്പോൾ ഈ മീറ്ററിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, വോൾട്ട് മീറ്റർ നമ്മൾ ഇതിൻ്റെ മാക്സിമത്തിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആംബിയർ മീറ്ററിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ എത്ര ആംബിയർ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ ആംബിയർ പൊട്ടൻഷ്യൽ മീറ്റർ തിരിച്ച് കൂട്ടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആംബിയർ എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ മാക്സിമത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ലോഡ് എടുക്കുന്നത് 0.48 ആംബിയറിലാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തരം പർപ്പസിനായാലും വോൾട്ടും കറണ്ടും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന സർക്യൂട്ട് ഓഫ് ദി ഹൈ പവർ വോൾട്ടേജ് ആൻഡ് ആംബിയർ റെഗുലേറ്റർ ഫോർ ഹെവി ബാറ്ററി ചാർജർ 1.2 വോൾട്ട് ബാറ്ററി ടു 24 വോൾട്ട് ഹെവി ബാറ്ററി. അപ്പോൾ ഈ സർക്യൂട്ട് വെച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ബാറ്ററി മുതൽ ഒരു വലിയ ബാറ്ററി വരെ ചാർജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ടെക്നിക്കൽ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് ഇലക്ട്രോണിക്സിലോ ഇലക്ട്രിക്കലിലോ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. സാധാരണ ആൾക്കാർ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡയഗ്രം കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് അടുത്തത് കാണിക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ട്രാൻസ്ഫോമർ. ഇത്രയും ഭാഗമാണ് ട്രാൻസ്ഫോമർ. ഇത് പ്രൈമറി സെക്ഷനാണ്, സെക്കൻഡറി സെക്ഷനാണ്. പ്രൈമറിയിൽ 0 വോൾട്ട് 220 വോൾട്ട്, സെക്കൻഡറിയിൽ 0 വോൾട്ട് നമ്മൾ ഇവിടെ ഫ്രീ ആക്കി ഇട്ടിട്ട് 12 വോൾട്ട് കൊടുത്ത് ഇവിടെ ഒരു ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് പവർ സപ്ലൈ എടുത്തിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത് 4 ഡയോഡുകൾ വെച്ചാണ് ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത്. 4 ഡയോഡുകൾ 10 ആംബിയറിന്റെ ഡയോഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ 2200 μF 63 വോൾട്ട് ആണ്. കൂടാതെ തന്നെ ഇവിടെ ഈ സർക്യൂട്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഒരു 0.1 μF 400 വോൾട്ടിന്റെ ഒരു ബോക്സ് കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു വോൾട്ടേജ് റെഗുലേഷൻ IC ആണ്. ഇത് നമുക്ക് ഇൻപുട്ടിൽ എത്ര വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ 12 വോൾട്ടാണ് കിട്ടുന്നത്. അതാണ് ഈ ICയുടെ പേര് 7812. അപ്പോൾ ഈ 7812 വോൾട്ടാണ് ഇതിൻ്റെ അറ്റത്ത് കാണുന്ന 12 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒന്നാമത്തേതിൽ പോസിറ്റീവ് വോൾട്ട് കൊടുക്കുക, രണ്ടാമത്തേതിൽ നെഗറ്റീവ് വോൾട്ടും, മൂന്നാമത്തേതിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇവിടെ നമ്മൾ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടി 12 വോൾട്ട് കൊടുത്തിരിക്കുകയാണ്. അടുത്തത് ഈ താഴത്തോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഇതൊരു വോൾട്ടേജ് റെഗുലേഷൻ IC ആണ്. ഇത് LM317. ഇതാണ് നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന മെയിൻ IC. ഈ ICക്കും 1, 2, 3 കാലുകളാണ് ഉള്ളത്. ഇതിന് താഴെ കാണിച്ചിരിക്കുന്നത് ഒരു 220 ഓം 2 വാട്ട് റെസിസ്റ്റർ ആണ്. ഇതിനടിയിൽ കാണിച്ചിരിക്കുന്നത് 10K വേരിയബിൾ റെസിസ്റ്റർ ആണ്, അതായത് പൊട്ടൻഷ്യൽ മീറ്റർ, ഈ വോൾട്ട് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അതേപോലെ ഇവിടെയും കാണിച്ചിട്ടുണ്ട് ഒരു 10K വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മീറ്റർ, ഇത് ആംബിയർ കൺട്രോൾ ചെയ്യാൻ. ഇതിനടുത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ട്രാൻസിസ്റ്റർ ആണ്, BD139. ഇതൊരു സെമി പവർ ട്രാൻസിസ്റ്റർ ആണ്. ഇതിനടുത്ത് കാണിച്ചിരിക്കുന്നതാണ് ഇത് ഹൈ പവർ ട്രാൻസിസ്റ്റർ. ഇതിനടിയിൽ കാണിച്ചിരിക്കുന്നത് 1 ഓം 5 വാട്ട് റെസിസ്റ്റർ ആണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് ആംബിയർ ഡിജിറ്റൽ മീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് പവർ സപ്ലൈ നൽകുവാൻ വേണ്ടി നമ്മളിവിടെ ഒരു വോൾട്ടേജ് റെഗുലേഷൻ IC ഉപയോഗിച്ചിട്ടുണ്ട്. ആ IC 7805, അതായത് 5 വോൾട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഈ വോൾട്ടേജ് ആൻഡ് ആംബിയർ മീറ്ററിലോട്ട് നമ്മൾക്ക് ആംബിയർ അളക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര കട്ടിയായിട്ട് വരച്ചിട്ടുള്ള 2 കളറുകളായിട്ടുള്ള വയറുകളാണിത്. ഇത് റെഡ് വയർ, ഇത് ബ്ലാക്ക് വയർ. ഇതിൻ്റെ ഇൻപുട്ട് നെഗറ്റീവിലും ഔട്ട്പുട്ട് നെഗറ്റീവുമായിട്ടാണ് കൊടുക്കുന്നത്. പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ 2 പവർ ട്രാൻസിസ്റ്ററിൽ നിന്നാണ്. അതിനകത്തൊരു 10 ആംബിയറിൻ്റെ ഡയോഡ്, ഒരു റിവേഴ്സ് വരാതിരിക്കാനുള്ള ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയൊക്കെ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് റിവേഴ്സ് നമ്മുടെ ഈ സർക്യൂട്ടിലോട്ട് ലൈൻ പോകാതിരിക്കാനാണ് ഈ പ്രൊട്ടക്ഷൻ ഡയോഡ് കൊടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ സെയിം ഡയഗ്രാമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ICയുടെയും ട്രാൻസിസ്റ്ററിൻ്റെയും ഒക്കെ പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെയും ഒക്കെ പടം നേരിട്ടാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഇതൊരു ഹെവി 4.5 ഇഞ്ച് കോറുള്ള ട്രാൻസ്ഫോമറാണ്. ഇതൊരു 1000 വാട്ട് ഇൻവെർട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന ഈ 2 12 വോൾട്ടും കൂടി ഇതൊരു ബ്രിഡ്ജ് ഡയോഡ് മോഡ്യൂളാണ്. ഇത് 10 ആംബിയറിൻ്റെതാണ്.
4 ലെഗുകളാണ് ഇതിലുള്ളത്. 2 ലെഗ് നിങ്ങൾക്ക് ട്രാൻസ്ഫോമറിൻ്റെ കൊടുക്കാനും 2 ലെഗ് ഔട്ട്പുട്ടായ പോസിറ്റീവും നെഗറ്റീവും കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് ഒരു ഫിൽട്ടർ കപ്പാസിറ്ററാണ്. 2200 mF 61 വോൾട്ട്. ഇത് സർക്യൂട്ട് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ബോക്സ് കപ്പാസിറ്ററാണ്. 0.1 mF 400 വോൾട്ട്. ഇവിടെ ഒരു IC കാണിച്ചിട്ടുണ്ട് 7812 കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാനായിട്ട്. നമ്മളുടെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള IC ആണ് കാണിച്ചിരിക്കുന്നത് LM317. ഇവിടെ ആംബിയർ കൺട്രോൾ ചെയ്യുന്നതിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ് BD139. ഇത് 2 പൊട്ടൻഷ്യൽ മീറ്റർ ആണ്. അപ്പോൾ അതിന്റെ ഒരു പടം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് തിരിച്ച് കൂട്ടുവാനും കുറക്കാനുള്ള ഒരു സ്റ്റഡാണ് ഈ വരച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 പവർ ട്രാൻസിസ്റ്റർ, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് ഈ പവർ ട്രാൻസിസ്റ്റർ വരുന്നത്. അപ്പോൾ അതിൽ 2 ലെഗുകളാണ് പുറത്തോട്ട് നിൽക്കുന്നത്. അതിൽ 3 പിന്നുകളാണ് ശരിക്കും ഉള്ളതെങ്കിലും 2 ലെഗുകൾ പുറത്തോട്ട് നിൽക്കുക. അതിന്റെ ബോഡിയാണ് അതിന്റെ രണ്ടാമത്തെ പിന്ന്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പിന്നെ ബേസും ഇത് എമിറ്ററും ബോഡി കളക്ടറുമാണ്. ഇത് 2 5 വാട്ട് റെസിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെ സിമ്പിളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഡയോഡ് കാണിച്ചിട്ടുണ്ട്. ഇത് 10 ആംബിയറിന്റെ ഒരു റിവേഴ്സ് ലൈൻ വരാണ്ടിരിക്കാനുള്ള ഡയോഡാണ്. ഇത് വോൾട്ടും ആംബിയറും അളക്കുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഒരു 7805 റെഗുലേറ്റർ IC വെച്ചിട്ടാണ്. ഇതിൽ 5 വോൾട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 സർക്യൂട്ടുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഒരു വേരിയബിൾ പവർ സപ്ലൈ അല്ലെങ്കിൽ വേരിയബിൾ വോൾട്ടേജ് കൺട്രോൾ, വേരിയബിൾ ആംബിയർ കൺട്രോൾ അല്ലെങ്കിൽ കറണ്ട് കൺട്രോൾ നിർമ്മിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും പുതിയൊരു നല്ല ടിപ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.